ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ക്ഷേത്രത്തിലെ തന്ത്രിമാർ സുപ്രീം കോടതിയെ സമീപിച്ചു. ക്ഷേത്രത്തിലെ 5 തന്ത്രിമാരാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കഴക നിയമനവുമായി ബന്ധപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാണ് 5 തന്ത്രിമാരും സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ഈ കഴക നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിലെ തർക്കത്തിൽ സിവിൽ കോടതിയാണ് തീരുമാനമെടുക്കേണ്ടതെന്നായിരുന്നു കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത്. കേരള ഹൈക്കോടതി പറഞ്ഞിരുന്നത് ഇത് കഴക നിയമനം പാരമ്പര്യ അവകാശമാണോ, കഴകമെന്നത് ആചാരപരമായ പ്രവൃത്തിയാണോ അല്ലയോ എന്ന വിഷയങ്ങളിലൊക്കെ ഈ സിവിൽ കോടതി തീരുമാനമെടുക്കണമെന്നായിരുന്നു ഈ ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്ന ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ തന്ത്രിമാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തന്ത്രിമാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കഴകന്മാരെ ഈ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തിക്ക് ചാർത്തേണ്ട മാല തയ്യാറാക്കുന്നത് ഉൾപ്പെടെയുള്ള ജോലിക്ക് ഉത്തരവാദിത്തപ്പെട്ട കഴക ജോലിക്ക് ആൾക്കാരെ നിയമിക്കുന്നത് മായി ബന്ധപ്പെട്ട വിഷയം തികച്ചും ആചാരപരവും മതപരവുമായ കാര്യമാണ്. ഈ ജോലി മതേതരമോ ഭരണപരമായോ ആയ വിഷയമല്ല എന്നാണ് തന്ത്രിമാർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 2005 കൂടൽമാണിക്യം ദേവസ്വം ആക്ട് പ്രകാരം ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന നിയമനങ്ങളിലെല്ലാം തന്നെ ഈ തന്ത്രിമാർ പങ്കാളികളാകേണ്ടതാണ്. എന്നാൽ കഴക നിയമനവുമായി ബന്ധപ്പെട്ട് വിഷയത്തിൽ തങ്ങളെ ഈ നിയമനം നടത്തുന്ന സമിതിയിൽ അല്ലെങ്കിൽ ഈ നിയമിക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കിയ ഈ സമിതിയിൽ തങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നും തന്ത്രിമാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാണ് ഈ 5 തന്ത്രിമാരും ഇപ്പോൾ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക നിയമനവുമായി ബന്ധപ്പെട്ട് ജാതി വിവേചനം നടന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു. ഇതിൽ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് തയ്യാറാക്കിയ റാങ്ക് പട്ടികയിലെ 1ാം സ്ഥാനക്കാരനായ BA ബാലു രാജിവെച്ച ഒഴിവിൽ ചേർത്തല സ്വദേശിയായ KS അനുരാഗിനെ ക്ഷേത്രത്തിന്റെ കഴകം ജോലിയിൽ നിയമിച്ചിരുന്നു. തുടങ്ങി വലിയ വിവാദങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ക്ഷേത്രത്തിലെ 5 തന്ത്രിമാർ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്.